നമസ്കാരം. കണ്ണൂരില് കഴിഞ്ഞ 6.5 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന സിറ്റി സ്നേഹതീരം എന്ന വാട്സപ്പ് കൂട്ടായ്മ, അതിന്റെ വനിതാ വിഭാഗമായ പിരിശക്കൂട്ടം വനിതാ കൂട്ടായ്മ, സ്നേഹതീരവും പിരിശക്കൂട്ടവും ഈ ശാന്തി ദീപത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ സ്നേഹമഴയായി പെയ്തിറങ്ങിയാണ്. ഞങ്ങളുടെ സ്നേഹസാന്ത്വന യാത്ര എന്ന പേരിലുള്ള രണ്ടാമത്തെ യാത്രയാണ്. 1 വർഷം മുമ്പ് ഇളയാവൂർ CH സെന്ററിൽ പോയി. ഇത് തന്നെ ഇതേപോലെ തന്നെ അവിടെ നമ്മൾ പോയി. കൂടാതെ വിനോദയാത്ര നടത്തി. ഗ്രൂപ്പിനകത്തുള്ള ആക്ടിവിറ്റീസും മതവും രാഷ്ട്രീയവും സൂര്യൻ പിന്നെ ആകാശത്തിന് കീഴിലുള്ള സകല വിഷയങ്ങളും അപ്പുറവും ഇപ്പുറവും നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സ്നേഹതീരം ജീവിക്കുന്നത് ഗ്രൂപ്പിന് വെളിയിലാണ്. എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പും ഗ്രൂപ്പിനകത്താണെങ്കിൽ സ്നേഹതീരം ഗ്രൂപ്പിന് വെളിയിലാണ്. എത്രയോ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടു. മത സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലുള്ള തനതായ അഭിപ്രായങ്ങൾ മതം നോക്കാതെ, എന്റെ മതത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കാതെ, എന്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കാതെ, നിഷ്പക്ഷവും മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് യോജിച്ച രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു നിലപാടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ആർജവത്തോടെ ആരുടെ മുമ്പിലും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സിറ്റി സ്നേഹതീരം. ഞങ്ങളുടെ മതത്തിലൊരു വിശ്വാസമുണ്ട്, ഇസ്ലാം മത വിശ്വാസികൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് പരലോകത്തിലെത്തിയാൽ ഇവിടെ ചെയ്ത നന്മ തിന്മകളുടെ അടിസ്ഥാനമാക്കി ശിക്ഷാരക്ഷകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നന്മ തിന്മകൾ അടിസ്ഥാനമാക്കി മാത്രം. എല്ലായിടത്തും പടച്ചോനെത്തിയിട്ട് നമ്മന്റെ ആൾക്കാരൊക്കെ ഈ ക്യൂവിലൂടെ ആ ഗേറ്റിലൂടെ അത് സ്വർഗത്തിലേക്ക് പോയിക്കോ, ബാക്കിയെല്ലാം നരകത്തിലേക്ക് പോയിക്കോ എന്നുള്ള പടച്ചവനല്ല സിറ്റി സ്നേഹതീരത്തിന്റെ പടച്ചവൻ. ഹിന്ദുവിനെയും മുസൽമാനെയും ആടിനെയും മാടിനെയും പശുവിനെയും ഗാന്ധിജിയെയും നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും ബിൻലാദനെയും ഇറാൻ നേതാവിനെയും ഇസ്ലാമിക പണ്ഡിതനെയും ഹിന്ദു പുരോഹിതനെയും ക്രിസ്ത്യൻ പുരോഹിതനെയും സൃഷ്ടിച്ച ഏത് ദൈവമാണോ ആ ദൈവത്തിന് മാത്രമാണ് സിറ്റി സ്നേഹതീരം വിശ്വസിക്കുന്ന ദൈവം. ഈ ശിക്ഷ പിന്നെ രക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഇത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു കുഞ്ഞ് ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, യാതൊരു കളങ്കവുമില്ല. പിന്നീട് അങ്ങോട്ട് മൂത്ത് മരിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ആകെ ഹലാക്കിന്റെ അവലും കഞ്ഞിയായിട്ട് മരിച്ചു. ജനിച്ച ശുദ്ധ പ്രകൃതിയിൽ മരിക്കുന്ന, ജനിച്ചു വീണ അതേ ശുദ്ധ പ്രകൃതിയിൽ കാലത്ത് ഈ ലോകത്തിൽ നിന്ന് സ്വന്തം അടയാളപ്പെടുത്തുകളില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആരാണെന്നറിയോ? അവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം അങ്ങനെയാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ അതേ ശുദ്ധതയോടുകൂടിയിട്ടാണ് ഈ ലോകത്തിൽ സ്വന്തം കാൽപ്പാടുകൾ പോലും അടയാളപ്പെടുത്താൻ സാധിക്കാതെ, നമ്മളോടൊപ്പം ഓടിയെത്താൻ സാധിക്കാതെ നിസ്സഹായരായ കുറച്ച് ആൾക്കാരുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ. അവരുടെ മുമ്പിൽ ഈ പറഞ്ഞ ന്യായങ്ങളില്ല, ന്യായവിധികളില്ല. ഒരു ന്യായാധിപന്റെയും ഒരു ത്രാസ് അവിടെ പരലോകത്തിലില്ല. പടച്ചവൻ പോലും കൈകൂപ്പിക്കൊണ്ട് ഈ പിന്നെ വാതായനം തുറന്നു വിട്ടുകൊണ്ട്, സ്വർഗവാദം തുറന്നു വിട്ടുകൊണ്ട് കടത്തിവിടുന്ന ഈ സമൂഹത്തെ ആദരിക്കാൻ ഞാനാര്, എന്റെ ഗ്രൂപ്പാര്, അത് ഞാൻ മാറ്റിപ്പിടിക്കുകയാണ്. സിറ്റി സ്നേഹതീരവും പിരിശക്കൂട്ടവും എന്ന ഞങ്ങളുടെ കൂട്ടായ്മ ഇന്ന് ആദരിക്കപ്പെടുകയാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളാണ് ആദരിക്കപ്പെടുന്നത്. കാരണം നിങ്ങളെ ആദരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കയ്യും കൂപ്പിയിട്ട് ചെയ്തു പോയ സകല തമ്മാടിത്തത്തിനും സമാധാനം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ തലയോർത്തിപ്പിടിച്ച് വാതിലിലൂടെ കടന്നു പോകുന്ന ജനങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അതുകൊണ്ട് തീരം സ്നേഹമഴയായി പെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇനിയും പെയ്തുകൊണ്ടേയിരിക്കും. ചേർത്ത് പിടിക്കൽ, അതാണ് തീരത്തിന്റെ മുഖമുദ്ര. ഇത് തുറന്നുകൊണ്ടേയിരിക്കും. വേദിയിൽ നമ്മുടെ ബഹുമാനീയരായ അതിഥികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തേണ്ടതായിരുന്നു. അവർ അടിയന്തരമായിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിംഗിന് പോകേണ്ടി വന്നു. നമ്മുടെ
സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, കടമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ടി വി പ്രേമവല്ലി. പിന്നെ ഇവിടെ അധ്യക്ഷനായിരിക്കുന്നത് സിറ്റി സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിലെ തലമുതിർന്ന കാരണവർ, എഴുത്തുകാരനും മുതിർന്ന പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമൊക്കെയായ ഹനീഫ കുരിക്കളർ. നമുക്ക് ആശംസ നേരാൻ കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ശ്രീമാൻ PK നാസർ, നമ്മുടെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിപ്ന പ്രമോദ്, ഇവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സിറ്റി സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി, പിരിശക്കൂട്ടത്തിന് വേണ്ടി വേദിയിലിരിക്കുന്നവരെയും സദസ്സിലിരിക്കുന്നവരെയും സ്നേഹത്തോടെ പിരിശത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി.